അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്നലെ നമ്മളൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെയല്ല, 2 ദിവസം മുന്നേ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. സ്ക്രഞ്ചീസ് തയ്ച്ചു കൊടുക്കാൻ നമുക്കൊരാളെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ഒരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇടും. അതിന് ശേഷം നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക എന്തെങ്കിലും ചെയ്താൽ മതിയിട്ടുള്ള ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവർക്കൊക്കെ എനിക്ക് കൊടുക്കണം എന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു വരുമാനം ആഗ്രഹിച്ചിട്ടാവും ഇപ്പോൾ ഇവരിങ്ങനെ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവരാരും വിളിക്കില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാൻ പറയണ കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണെന്നുള്ളത് പറയണ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സ്ക്രഞ്ചീസ് അടിച്ചിട്ട് ഇങ്ങോട്ട് കൊടുത്തു വിടുക. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നമുക്ക് ആകെ കുറഞ്ഞ പൈസയാണ് സ്ക്രഞ്ചീസ് അടിച്ചാൽ നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്കറിയാം എന്താണ്, റീറ്റെയിലായിട്ടുള്ള കടകളിലൊക്കെ സ്ക്രഞ്ചീസിന് നല്ല റേറ്റാണ്. അതായത് 30-ൻ്റെ ഉണ്ട്, 25-ൻ്റെ ഉണ്ട്, 60-ൻ്റെ ഉണ്ട്. സ്റ്റോണൊക്കെ വരുന്നത് 60 രൂപ ആ ഒരു റേറ്റിലാണ് സ്റ്റോണൊക്കെ വരുന്ന സ്ക്രഞ്ചീസ് ഉള്ളത്. അങ്ങനെ പല റേറ്റിലും ഉണ്ട്. 15-ൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ അതിൽ കുറഞ്ഞ, അങ്ങനെ പല റേറ്റിലും നമ്മൾ റീറ്റെയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഹോൾസെയിൽ കടയിൽക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഹോൾസെയിൽ കടയിൽക്ക് ബൾക്കായിട്ട് 1000 പീസും 2000 പീസൊക്കെ എടുക്കുമ്പോഴാണ് നമ്മൾ ഒന്ന് റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എത്ര രൂപ വെച്ചിട്ടാവും ഏകദേശം കൊടുക്കുക. എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ 1-2 കസ്റ്റമർ 100 പീസും 200 പീസൊക്കെ എടുത്തവരുണ്ട്. അപ്പോൾ അവർക്കറിയാം ഞാൻ എത്ര രൂപ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്ന്. അപ്പോൾ ചെറിയൊരു ലാഭം എടുത്തിട്ടാണ് ഞാൻ അവർക്ക് കൊടുത്തത്. ഇപ്പോൾ അവരത് എത്രയൊക്കെ കൊടുക്കുക എന്ന് നമുക്ക് ഊഹിച്ചാലും അറിയാമല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഹോൾസെയിൽ കടയേക്കാണ്. റീറ്റെയിൽ കടയ്ക്ക് ഞാൻ കൊടുക്കൂല എന്നല്ല. റീറ്റെയിൽ കടയ്ക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ബൾക്ക് ഓർഡറുകൾ കിട്ടൂല, കുറേശ്ശെ കിട്ടുള്ളൂ. അപ്പോൾ മറ്റേ ഇത് വഴിയാണ് വെച്ചെങ്കിൽ നമുക്ക് ഒരുപാട് ഓർഡർ കിട്ടും. അതായത് 100 പീസ് 1000 പീസൊക്കെയാണ് നമുക്ക് ഹോൾസെയിലായിട്ട് അവർ എടുക്കുക, ബൾക്കായിട്ടാണ് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഒരുപാട് ബൾക്ക് എടുക്കുകയും ചെയ്യും, കുറഞ്ഞ പൈസയാണ് അവർ കാണുക. കാരണം അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഹോൾസെയിൽ എടുത്തിട്ട് അവരത് ഒന്നുകിൽ റീറ്റെയിലായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ അവരെ കയ്യിൽ നിന്ന് ഹോൾസെയിലായിട്ട് തന്നെ അവരും കൊടുക്കുക. അപ്പോൾ 1000 പീസൊക്കെ എടുക്കുമ്പോൾ ഒരു പീസിന് എത്ര രൂപയാണെന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് ചിന്തിച്ചാലറിയാം. അതായത് ഒരു സ്ക്രഞ്ചീസിന് നമ്മുടെ കയ്യിൽ നിന്ന്, അതായത് ഈ ഒരു കളർ തന്നെയാണ് വെച്ചെങ്കിൽ ഈ ഒരു കളറ് 500 പീസ്, അതായത് ഈ ഒരു കളറാണ് വെച്ചെങ്കിൽ ഈ ഒരു കളർ 500 പീസ്, അങ്ങനെ എത്ര കളറുണ്ട് നമ്മുടെ കയ്യിൽ, അങ്ങനെ പീസുകളായിട്ടാണ് അവർ ഹോൾസെയിലായിട്ട് ബൾക്കായിട്ട് എടുക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അപ്പോൾ അവർ അങ്ങനെ എടുക്കുമ്പോൾ ഒരു തുച്ഛമായ ഒരു റേറ്റാണ് ഈ ഒരു സ്ക്രഞ്ചീസിന് അവർ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കത് കുഴപ്പമില്ല എന്ന് തോന്നി വലിയ ലാഭം പ്രതീക്ഷിക്കാണ്ട് ചെറിയൊരു ലാഭം പ്രതീക്ഷിച്ചിട്ട് നമ്മളത് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് സാധനങ്ങൾ വിറ്റ് പോകും. നമുക്ക് ആദ്യം മാർക്കറ്റിംഗ് ആണല്ലോ വേണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെ തുടക്കത്തിൽ തന്നെ നമ്മൾ കുറേ ലാഭം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമുക്കിത് കൊടുക്കാം, ആ ഒരു റേറ്റിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെറിയൊരു പൈസക്ക് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് ഇത് ഒറ്റക്ക് കൂട്ടിയാൽ പറ്റണില്ല, ആവണില്ല. ആവായിക എന്ന് പറഞ്ഞാൽ കടകൾക്കുള്ളത് ആവണില്ല. കാരണം അതിനിടയ്ക്ക് കസ്റ്റമർ ഓർഡർ എടുക്കുമ്പോൾ അവർക്ക് ഒന്നുകിൽ 2 ദിവസത്തിൻ്റെ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ അവർക്ക് സാധനം കിട്ടണം. അവരും ഇതേപോലെ കടകളിൽ പറഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അതിൽ നിന്ന് 1-2 രൂപ കൂട്ടിയിട്ടാണ് അവർ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് നമ്മൾ പറഞ്ഞ ടൈമിന് അവർക്ക് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ റേറ്റ് ഇടുക. അപ്പോൾ എനിക്ക് കടയിൽക്കും അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്കും ഒക്കെ കൂടെ കൊടുക്കാൻ എന്നെക്കൊണ്ട് തയ്ച്ചിട്ട് ആവണില്ല. അതുമാത്രമല്ല, സ്ക്രഞ്ചീസ് അടിച്ചിട്ട് അതിൻ്റെ ബാക്കി വരുന്ന പീസ് കൊണ്ട് ഞാൻ ബോക്കെ അടിച്ച് സെറ്റാക്കിയിട്ട് അങ്ങനെ അതും സെയിൽ ചെയ്യുന്നുണ്ട്. ഇതിലൊന്നും വലിയ ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല, ചെറിയൊരു ലാഭം എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പോരാത്ത എനിക്കിതൊക്കെ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമ്പോൾ നമുക്ക് ഓർഡർ കിട്ടുമ്പോൾ പിന്നെ നമ്മൾ കൊടുക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ ഷോപ്പിലേക്ക് മാത്രമാണ് വെച്ചെങ്കിൽ പിന്നെ നമുക്ക് നമ്മൾ ആദ്യം ഉണ്ടായത് നമുക്ക് കസ്റ്റമറാണല്ലോ. അപ്പോൾ കസ്റ്റമറിനെ നമുക്ക് ഒഴിവാക്കിയിട്ട് ഷോപ്പിലേക്ക് മാത്രം കൊടുക്കാനോ അതും നമുക്ക് പറ്റൂല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക്
ഒറ്റക്ക് നടക്കുന്നില്ല. പിന്നെ വീടിൻ്റെ അടുത്തുള്ളവരോടൊക്കെ 2-3 ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അടിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ, ഒരു രൂപ 50 പൈസ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അപ്പം അത് ഞാൻ നിങ്ങളോടും പറയാണ്, 1 രൂപ 50 പൈസ വെച്ചിട്ടാണ് ഒരു സ്ക്രഞ്ചീസ് അടിച്ചു കഴിഞ്ഞാൽ തരിക. ഞാൻ വെട്ടി തരും, നൂല് തരും, ഇലാസ്റ്റിക് ഞാൻ തരും, ഒക്കെ ഞാൻ ഇവിടുന്ന് അയച്ചു തരും. ഒരെണ്ണത്തിന് 1 രൂപ 50 പൈസ വെച്ചിട്ടാണ്. അതിപ്പോൾ നിങ്ങൾക്ക് വെറുതെ ഇരുന്നാൽ കിട്ടില്ല. പക്ഷേ ഒരുപാട് ലോങ് ആണ് വെച്ചെങ്കിൽ എന്താ പറയുക, ഷിപ്പിങ് ഇവിടുന്ന് ഇത് അയച്ചു തരുന്നതിൻ്റെ ഷിപ്പിങ്ങും അതുപോലെ തന്നെ അവിടുന്ന് ഇങ്ങണ്ട് ഇതൊക്കെ ആയിട്ട് അയച്ചു തരുന്ന ഷിപ്പിങ്ങും നിങ്ങൾ കൊടുക്കണം. അങ്ങനെ കൊടുക്കാൻ തയ്യാറായവർ മാത്രം നമ്മെ മെസ്സേജ് വിടുക. കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഷിപ്പിങ് കൊടുത്തിട്ട് ഇവിടുന്ന് അയക്കലും പിന്നെ അത് തയ്ച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് അയക്കുമ്പോൾ ഷിപ്പിങ് കൊടുക്കലും അത് എനിക്ക് നടക്കൂല. 200 പീസൊക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതിലിടക്ക് അപ്പോൾ എന്താ പറയണ്ടെന്നറിയാം, കുറെ പേര് അപ്പോ പറഞ്ഞിട്ട് അതെന്നെ എടുത്ത് പറഞ്ഞിട്ടാ. കുഴപ്പമൊന്നുമില്ല, ഇതായിട്ട് പറഞ്ഞതല്ല കേട്ടോ, നല്ലതിൽ പറഞ്ഞത് തന്നെയാണ്. എനിക്ക് അങ്ങനെ വരുന്നതാണ്. അപ്പോ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവുമല്ലോ അല്ലേ. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാം. അപ്പോൾ പിന്നെയും വന്നപ്പോ അത് പരമാവധി ഒഴിവാക്കാന്ന് വിചാരിക്കുമ്പോ വീണ്ടും അതന്നെ കണ്ടിട്ട് അതിലെന്താ പറയണത് എന്താ പറയാൻ വന്നിട്ട് നമുക്ക് മെസ്സേജ് വിടുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഇവിടുന്ന് വെട്ടി അതിൻ്റെ നൂല് ഇലാസ്റ്റിക്കൊക്കെ കൂടെ നമ്മൾ ഇവിടുന്ന് അയച്ചു തരും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അപ്പോൾ നമ്മളെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിസരത്തുള്ളവർക്കാണെങ്കിൽ ഒന്നും കൂടെ അത് ലാഭമാവും. കാരണം ഒരുപാട് ലോങ് ഉള്ളവരൊക്കെ വിളിച്ചു കഴിഞ്ഞാലും മെസ്സേജ് വിട്ടാലും നമുക്ക് പറ്റില്ല. കാരണം നിങ്ങൾ ഷിപ്പിങ് കൊടുക്കാമെന്ന് പറഞ്ഞാലും നമുക്കത് നടക്കണ കാര്യമില്ല. കാരണം അത് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടി ഒക്കെ വരുമ്പോഴത്തേനും അത് എനിക്കും വലിയ റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിനടുത്തുള്ളവർ, ഈ ജില്ലകളിൽ തന്നെ ഉൾപ്പെട്ടവർ, അതുപോലെ തന്നെ വന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നവരൊക്കെ വരികയാണെന്ന് വെച്ചെങ്കിൽ ഒന്നും കൂടെ ഒരു എളുപ്പമാവും. ഇപ്പോൾ കൊറിയർ അയച്ചു കഴിഞ്ഞ് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഈ ഉള്ളിൽ തന്നെയുള്ളവർക്ക് കൊറിയർ അയച്ചു തരികയാണെന്ന് വെച്ചെങ്കിൽ ഈ ഒരു കണ്ടീഷനും ഉണ്ട്. നിങ്ങൾ അങ്ങോട്ട് അയക്കണ പൈസയും ഇങ്ങോട്ട് അയക്കണ പൈസയും ഒക്കെ കൂടെ നിങ്ങൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് സാധനം അയച്ചു തരും. അത് ഈ പരിസരത്തുള്ളവർക്ക്, തൃശ്ശൂർ ജില്ലയിലുള്ളവർക്കൊക്കെയാണ് പറയണത്. അല്ലാത്തവർക്ക് നടക്കൂല. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടട്ടെ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ഇത്രയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്നിട്ട് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇതിൻ്റെ മറുപടി ആയിട്ട് വരാൻ കാരണം ഒരുപാട് പേര് മെസ്സേജ് വിടുന്നതുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസ് വന്നിട്ട് അതിലെന്താ പറയണം നോക്കിയിട്ട് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേ ഒരുപാട് പേര് മെസ്സേജ് വിട്ടതുകൊണ്ടാണ് അധികം വൈകാതെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ വന്നത്. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പുമായിട്ട് ബന്ധപ്പെടുക. ഇനി പറയാൻ ഒരുപാട് ലോങ് ഉള്ളവർക്ക് നമുക്ക് നടക്കൂല. നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിൽ കൊറിയർ പൈസ നിങ്ങൾ തരാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് സാധനം അയച്ചു തരാൻ തയ്യാറാണ്. അത് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് സാധനം കിട്ടണം. അപ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.